കൊച്ചു കേരളത്തിലെ മനോഹരമായ ഒരു ഓൺലൈൻ ഗ്രാമം. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന മലയാളികൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഈ ഗ്രാമത്തിൽ ഒത്തുചേരാറുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും മറ്റുള്ള ഗ്രാമവാസികളുമായി സല്ലപിക്കുവാനും കഴിയുന്ന ഈ ഗ്രാമത്തിന്റെ പേരാണ് മല്ലുവിഷൻ ഗ്രാമം. ഇന്നിവിടെ ഒരാഘോഷം നടക്കുകയാണ്. ഓൺലൈൻ ലോകത്തിൽ ഈ ഗ്രാമം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 10 വർഷം തികയുന്നു. ആഘോഷങ്ങൾക്കായി അതാ ആ മൈതാനവും അതിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളും മോടി പിടിപ്പിച്ച് അവർ കാത്തിരിക്കുകയാണ് നമ്മൾ ഏവരെയും. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം, ആ ആഘോഷങ്ങളിൽ പങ്കുചേരാം. നമ്മൾ 10ാം വർഷത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മല്ലുവിഷൻ അഭ്യുതകാംക്ഷികളെ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മല്ലുവിഷൻ 10ാം വാർഷികത്തിന്റെ പരിപാടികൾ ഈ മൈതാനത്ത് ആരംഭിക്കുകയാണ്. പരിപാടികൾ ആരംഭിക്കുന്നതിന് മുൻപ് വാർഷിക ആഘോഷത്തിനായി പന്തൽ പണികളും ബോർഡും സ്ഥാപിക്കുന്ന നമ്മുടെ പ്രോമിനന്റ് മെമ്പേഴ്സ് ആൻഡ് ഫോർ യു എവർ സാഗർ ടീമിന്റെ പണികൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇതേത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. ആർക്കും ഇവിടെ ഒരു ഉത്തരവാദിത്വമില്ല. അവന്മാർ വെൽക്കമോ എന്ത് കുന്തമാണെങ്കിലും വച്ചോട്ടെ, അവന്മാർ ഇന്ന് ഇത് കുളമാക്കും. ഈ നാട്ടുകാരെ കൊണ്ട് എനിക്ക് അടി വാങ്ങിച്ച് തരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഈ പരിപാടികൾ ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ UDC നിക്കിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അയ്യോ, ഞാനോ? എനിക്ക് നാണം വരുന്നു. ചുമ്മാ പാടിക്കോ ചേച്ചി, ഒന്നുമില്ലെങ്കിൽ എന്നെ കുറിച്ച് 2 നല്ല വാക്കെങ്കിലും പറഞ്ഞോ. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ 4 കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണതീ. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ഹരിതമനോജ്ഞം. എന്തിനാ കൊച്ചി മതി എന്ന് പറഞ്ഞ്? ഞാൻ പാടിയത് കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടിപ്പോയാൽ ചിലപ്പോൾ സ്റ്റേജ് തകരുമോന്നൊരു പേടി. കൂട്ടുകാരെ, ആരും ബഹളം കൂട്ടരുത്. UDC നിക്കിയുടെ പാട്ടു കാസറ്റുകൾ, പാട്ടു CD-കൾ ഞങ്ങൾ ഉടനെ പുറത്തിറക്കുന്നതാണ്. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാലിനെ കൊണ്ടുവരാനായി പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻ കുച്ചിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ മോഡറേറ്റർ തൊമ്മിക്കുഞ്ഞിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരില്ലേ? വരും. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദയവേത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം മാറിയുന്നേ. ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ സിക്കുറിച്ചി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവരി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. അല്ല ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നത്? അയ്യേ, ഇയാളെയാണോ മോഹൻലാൽ എന്ന് പറഞ്ഞ് കൊച്ചു കൊണ്ടുവന്നത്? അതെ, എന്താ കുഴപ്പം? ഇയാൾക്ക് 6 പാക്ക് ഒക്കെ ഉണ്ടെന്നേ, അകത്ത് കിടപ്പുണ്ട്.
സാർ ഇവിടെ ഇരുന്നാട്ടെ, കുടിക്കാൻ എന്തെങ്കിലും? नारियल का पानी എന്താ नारियल पानी क्या क्या हमको पीने के लिए नारियल का पानी लावो എന്തെന്ത് മൂപ്പർ ചോദിക്കണേ? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്, വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ഏ ബുദ്ധു കാ ആത്മി നാരിയൽ പാനി ലാവോനാ. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? ക്യാ ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനിയുള്ള മാക്ഡോവലാ. നമുക്ക് നാരിയൽ പാനി ചായേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീരഹി റാം റാം റമ്മ റാം. അവന്റെ ഒരു നാരിയൽ കാപ്പാനി മോന്ത കണ്ടാലും മതി. മോഹൻലാലിന് പകരം സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന കൊച്ചിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കുന്നു. അതോടൊപ്പം ഒരു അറിയിപ്പുണ്ട്. സ്റ്റേജിന്റെ സൈഡിൽ നിന്നും സ്പ്രേ കച്ചവടം നടത്തുന്ന നമ്മുടെ ആക്റ്റീവ് മെമ്പർ RKG എത്രയും പെട്ടെന്ന് ആ കട അവിടെ നിന്നും മാറ്റേണ്ടതാണ്. RKG, എന്താണ് പരിപാടി? എന്താ നിന്റെ സെയിൽസ് അവിടെ? ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഹാപ്പി അവർ സെയിൽസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്തിയ സ്പ്രേകളുണ്ട്, അത്തറുകളും ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങാം. ഇത് സ്പ്രേ തന്നെയാണോ? എന്താ സംശയമുണ്ടോ? എവിടെ പരീക്ഷിക്കാം? ഒരു മിനിറ്റ്, ഇപ്പൊ അറിയാം എന്താണെന്ന്. പട്ടി ഭാഗ്യം, ആള് ചത്തില്ല. സംശയമില്ല, സ്പ്രേ തന്നെ ഒറിജിനൽ. പിടിക്കൂ, മുന്തിയ സ്പ്രേ. ഈ സമയം കരയോഗ വീട്ടിലുണ്ടാവും. രാവിലെ തന്നെ തുടങ്ങിയല്ലോ കീടം. ഇടഞ്ഞു നിൽക്കുന്ന ഭാര്യമാരെ ഇണക്കി ചേർക്കാനുള്ള സ്പെഷ്യൽ ചേരുവകൾ ചേർത്ത അത്തർ ഇവിടെ ലഭ്യമാണ്. കുറെ നേരമായാലും ഓസിന് അടിക്കണ്. ഇനി വേറെ എവിടെയെങ്കിലും അടിക്കാണ്ട, കാശ് വെച്ചിട്ട് അടിക്കുക. നാണമില്ല. വേണ്ടേ? ഏത് വക്കീലിനും എടുക്കാം. വക്കീൽ സാറേ, ഒന്നെടുത്താട്ടെ. 1 സെന്റ് എടുത്താൽ 1 ഏക്കർ ഫ്രീ. നിന്റെ ഏക്കറും സെന്റ് ഒന്നും ഇവിടെ ആർക്കും വേണ്ട. എടുത്തോണ്ട് പോ. ഇവനൊന്നും വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ സ്പ്രേ കച്ചവടം നടത്താൻ? പറഞ്ഞ ഉടനെ തന്നെ അനുസരണയോടുകൂടെ സ്പ്രേ കട മാറ്റിയ RKGക്ക് ഉത്സവ കമ്മിറ്റിയുടെ 1000 നന്ദി. ഡ്യൂപ്ലിക്കേറ്റ് സ്പ്രേ മണം അടിച്ചു കറങ്ങിയിരിക്കുന്ന നിങ്ങൾ ഏവരെയും സന്തോഷിപ്പിക്കാനായി ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ പീഡിക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. നിങ്ങളിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ കഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,35,000 രൂപ 49 പൈസ. ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്കിഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേവരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ, ശരിക്കും അതായിരുന്നോ? സോറി, ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല. അടുത്തതായി നമ്മുടെ മല്ലുവിഷന്റെ ഹൃദയഭാഗമായ മല്ലുവിഷൻ ഹെൽത്ത് സെക്ഷനിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്ന പുരോഗതിയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും മല്ലുവിഷന്റെ കണ്ണിലെ ഉണ്ണിയപ്പവുമായ നമ്മുടെ സൂപ്പർ മോഡറേറ്റർ ഷാരോൺ സംസാരിക്കുന്നു. Tooth, not only health, now it is another thing also.
I'm part of it. No, after 5 years or after 10 years, each and every parents are trying tooth. If the face the tooth can change the overall face beauty. So many specialties in the dentistry, so many specialties, but we are buying only 10 rupees. Out of the government dental colleges, it is 10,000. Thank you. പൊളപ്പൻ ഇംഗ്ലീഷ്. അല്ല, ഈ ടൂത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിക്കി ചേച്ചി ഏതാണ്ട് സൗണ്ട് പുറപ്പെടുവിച്ചല്ലോ, എന്തായിരുന്നു അത്? അത് ഞാൻ എൻ്റെ പല്ലൊന്ന് കടിച്ചു പിടിച്ച് പോയതാ കുച്ചേ. അങ്ങനെ ഒരു സാധനം നമുക്കുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഇതുപോലത്തെ ഡയലോഗ്സ് ഒക്കെ കേൾക്കേണ്ടി വന്നത്. ഓക്കെ, അടുത്തതായി ഡോണിയും സംഘവും നടത്തുന്ന ഒരു അടിപൊളി സോങ് നമുക്ക് ശ്രദ്ധിക്കാം. അച്ഛൻ പറഞ്ഞു തന്നു ഭൂമി ഉരുണ്ടതെന്ന്, അമ്മ പറഞ്ഞു തന്നു ഭൂമി കറങ്ങുവന്ന്. അച്ഛൻ പറഞ്ഞു തന്നു ഭൂമി ഉരുണ്ടതെന്ന്, അമ്മ പറഞ്ഞു തന്നു ഭൂമി കറങ്ങുവന്ന്. മുത്തച്ഛൻ പറഞ്ഞു തന്നു ഭൂമിയിൽ കാറ്റുണ്ടെന്ന്, മുത്തശ്ശി പറഞ്ഞു തന്നു ഭൂമിയിൽ ജലമുണ്ടെന്ന്. ഭൂമിയിൽ കാറ്റുണ്ടെന്ന്, മുത്തശ്ശി പറഞ്ഞു തന്നു ഭൂമിയിൽ ജലമുണ്ടെന്ന്. ഗുരുക്കൾ പറഞ്ഞു തന്നു നാമെല്ലാം ഒന്നാണെന്ന്, ഞാൻ തിരിച്ചറിഞ്ഞു ഞാനൊരു മണ്ടനെന്ന്. ഗുരുക്കൾ പറഞ്ഞു തന്നു നാമെല്ലാം ഒന്നാണെന്ന്, ഞാൻ തിരിച്ചറിഞ്ഞു ഞാനൊരു മണ്ടനെന്ന്. എല്ലാരും ഏറ്റുപാടി ഇത് കേട്ടൊരു മണ്ടരെന്ന്, എല്ലാരും ഏറ്റുപാടി ഇത് കണ്ട നിങ്ങളും മണ്ടരെന്ന്. എല്ലാരും ഏറ്റുപാടി ഇത് കേട്ടൊരു മണ്ടരെന്ന്, എല്ലാരും ഏറ്റുപാടി ഇത് കണ്ട നിങ്ങളും മണ്ടരെന്ന്. നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ ഇരിക്കട്ടെ. അല്ല, ആരാ അവിടെ സ്റ്റേജിന്റെ മുന്നിൽ വഴക്ക് കൂടുന്നത്? അത് നമ്മുടെ ലോലോക്കിങ്ങും ജീനും കൂടെ അവിടെ നിന്നുകൊണ്ട് അലമ്പുണ്ടാക്കുന്നതാ. How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. Stop it. Uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്കൻ ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your faces. Get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house. Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. ഒരു നല്ല ദിവസമായിട്ട് ഇവന്മാരുടെ ഒരു കാര്യം. ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് വഴക്ക് കൂടടേ. അടുത്തതായി നമുക്കൊരു അടിപൊളി സോങ് കേൾക്കാം. ഈ ഗാനം പാടുന്നത് എമ്മിയുടെ സ്വന്തം പ്രോമിനന്റ് മെമ്പർ ജാങ്കോ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. ആരും കൂവരുത്. എംവിയുടെ 10ാം വാർഷിക പരിപാടികൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാപ്പി ലൈഫ് ഹെയർ ഫിക്സിംഗ് കമ്പനിയാണ്. അതിന്റെ ഒരു പരസ്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നതിനായി കുക്കുവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹാപ്പി ലൈഫ് ഹെയർ ഫിക്സിങ്ങിനെ 15ാം എന്തൊക്കെയാ അടിച്ചു വെച്ചിരിക്കുന്നത്?
ഹാപ്പി ലൈഫ് അല്ലേ? ഹാപ്പി ലൈഫ് ഹെയർ ഫിക്സിംഗിന്റെ 15ാമത്തെ ശാഖ. ഹെയർ ഫിക്സിംഗിന്റെ എത്രാമത്തെ ശാഖയാ? 15. ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ് എനിക്ക് വരുന്നില്ല. പോട്ടെ കുക്കു, അത് നമുക്ക് പിന്നീട് നോക്കാം. അടുത്തതായി എംപിയുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി ശ്രീ ജയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാപ്പാടി 2 വാക്ക് സംസാരിക്കുന്നതാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനിടയ്ക്ക് ജയിലിലും പോയോ? ആര് കണ്ടു? കയ്യിലിരിപ്പോണ്ട് പോയി കാണും. എന്തായാലും നന്ദി രാപ്പാടി, ചെറിയ വാക്കുകളിൽ ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിച്ചതിന്. സ്റ്റേജിന്റെ പുറകുവശത്ത് നിൽക്കുന്ന പൂവാലന്മാരുടെ ശ്രദ്ധയ്ക്ക് സ്ത്രീകളെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതാണ്. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ചേച്ചി, എന്തോ ഒരു ബാഡ് സ്മെൽ വരുന്നുണ്ടല്ലോ. അത് സിമ്പിൾ ആയി ഡ്രസ് ധരിച്ചു വന്ന പാവൻ ജോഷിന്റെ ഷർട്ടിൽ കാക്ക തൂറിയതാണ്. ജോഷ് എത്രയും പെട്ടെന്ന് പൈപ്പിൽ പോയി ആ ഷർട്ട് കഴുകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കുച്ചെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ കുച്ച് സത്യം മാത്രമേ പറയാവൂ. ചേച്ചി ചോദിച്ചോ, ഞാൻ സത്യമേ പറയൂ. നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുച്ച് എന്തെങ്കിലും പിരിവ് നടത്തിയായിരുന്നു? പിരിവോ? ഞാനോ? എനിക്കറിയില്ല. നമ്മുടെ ചാരുവിടെ പുറത്തു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 100 രൂപ പിരിവെടുത്തോണ്ടാണ് വന്നത്. 100 രൂപ പിരിവെടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ എവിടെ വന്ന് 100 രൂപ പിരിവിന്? അതെന്തൊരു അന്തസ്സാണ്? നാട്ടുകാർക്ക് വേണ്ടിയാ. എന്തൊരു നാട്ടുകാർ? ജനങ്ങള് വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. കുഞ്ഞൂട്ട, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ അയച്ചു പിടിക്കണ്ട. പിന്നെ നിങ്ങൾ ആർക്കിട്ടാ താങ്ങണേ? നീ ആരടാ? പുണ്യരച്ചടാ. എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ യുദ്ധം നടക്കൂടെ. യുദ്ധം പറഞ്ഞേക്കാൻ ഞാൻ. കലിയുഗം. അവള് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ കുച്ചല്ലായിരുന്നല്ലേ പിരിവ് നടത്തിയത്? അല്ലെന്നേ. ആ, എന്നാ അതാരാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആക്റ്റീവ് മെമ്പർ കൊച്ചായിരിക്കും അത്. കുച്ച് കുച്ച് ആൻഡ് കൊച്ച്. ഈ പേരുകളുടെ സിമിലാരിറ്റീസ് ഒന്ന് നോക്കിക്കേ. എടാ കള്ളാ, കൊച്ചേ. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞങ്ങൾ ഇവിടെ റിയാദിൽ നിന്നാണ്. ആരാണ്? പേരെന്താണ്? ഞങ്ങളെ പേര് ഔക്കർ എന്നാണ് പേര്. ഔക്കർ. നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂര്. നിങ്ങളെവിടെയാണെന്ന്? നാട്ടില് കോട്ടയല്ലേ? കോട്ടയാണ്. നിങ്ങളെങ്ങനെ ക്രിസ്ത്യൻ ഫാമിലിയാ? അതെ, ക്രിസ്ത്യൻ. ഓക്കെ. അല്ല, അതില് കുട്ടി എവിടാണ് ഇപ്പോ? എന്തോ കുട്ടി ഇപ്പൊ എവിടാണ്? നഴ്സായിട്ട് എവിടാ ജോലി ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ഏതാണ് മതം? ഞങ്ങള് മുസ്ലിം. അല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല ഈ കാലത്ത്. അതൊരു പ്രശ്നമല്ല. വേണ്ടി ഒന്നൊരു പ്രശ്നമല്ല. ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല. ഞാൻ മുസ്ലിം ആയാലും അവള് ക്രിസ്ത്യൻ ആയാലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങക്ക് മനപ്പൊരുത്തമാണ് മെയിൻ. മനപ്പൊരുത്തം നമുക്കതൊരു പ്രശ്നമാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്ത് പ്രശ്നോ? ഞാനായി കുട്ടീനെ കുറെ കാലമായിട്ട് അറിയുന്ന. ഏത് കുട്ടിയെ? നിങ്ങളിപ്പോ ഹലോ, നിങ്ങളിപ്പോ എവിടുന്നാ സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിക്കാം. കുട്ടിയെ അറിയുന്നതാണോ? അല്ല, നിങ്ങളിപ്പോ എവിടുന്നാ സംസാരിക്കുന്നതെന്ന് പറയൂ.
എനിക്ക് ശരിക്കും മനസ്സിലായില്ല നിങ്ങൾ അല്ലല്ല ഒറ്റ മിനിറ്റ്, നിങ്ങളിപ്പോ എവിടാണ് ദമാമില എവിടാണ്? അല്ലല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കുട്ടിയെ എത്ര ആളായിട്ട് അറിയുന്ന? ഈ കുട്ടിയെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ വേറൊരു കുട്ടിയുടെ കാര്യ. അതേത് കുട്ടിയാ? അല്ല അതിലും ഞാനിപ്പോ വേറൊരു ക്രിസ്ത്യൻ കുട്ടീനെ ഞാൻ അവരോടും പറഞ്ഞ് ഇതൊരു പ്രശ്നമാക്കരുത്, മതം ഒരു പ്രശ്നമാക്കേ ചെയ്യരുത്. ഇക്കാലത്ത് മതസൗഹാർദ്ദം എന്തായാലും വേണം. ഹലോ മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. നിങ്ങളിപ്പോ ഒന്ന് മനസ്സിലാക്ക, നിങ്ങൾക്ക് ഈ കുട്ടീനെ എനിക്ക് കല്യാണം കഴിച്ചുതരാൻ പറ്റോ ഇല്ലേ? റോങ് നമ്പർ. എന്ത് റോങ് നമ്പർ? പ്രിൻസ് ഇച്ചിരി മാറി നിന്ന് ഫോണിൽ സംസാരിക്കുക. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മൈക്കിൽ കൂടെ നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നു വല്ല വിചാരം ഉണ്ടോ നിനക്ക്? അതുപോലെ റോങ് നമ്പറിൽ അടിച്ചിട്ടാ ഈ പ്രശ്നം അത്രയും ഉണ്ടായത് അല്ലേ? നടക്കണ കാര്യം വല്ല പറയടാ. നടക്കാമേ എങ്ക പോകുന്നത് ചിന്ന പൊണ്ണു തന്നെ ആകട്ടുമേ உங்களுக்கு വയസ്സായി പോച്ചാ. അല്ലെ അവൻ ഇവിടെ നിന്ന് പോയി അവിടെ കണ്ണനുമായിട്ട് സംസാരിക്കുന്നു, അതും ഈ മൈക്കിൽ കൂടെ കേൾക്കാമെന്ന് വല്ല വിചാരവും ഉണ്ടോ ഇവന്? சிங்கம் தான். என்ன இது சிங்கம் நல்லா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்பா பரவாயில்ல, நீ விஷயத்துக்கு வர மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாக போல இருக்குது. அழகு அழகு. എന്നാലും അവള് സമ്മതിക്കോ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ ആ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടി കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர். സമ്മതിച്ചു. அப்படி சொன்னா பத்தாது, கையாலே அடிச்சு சத்தியம் போடணும். കയ്യാൽ? ஆமா. ஐயோ സത്യം സത്യം. മൂന്നാഴ്ച ഇങ്ങോട്ട് വേണം. போதும் போதும் போதுം. കണ്ണൻ 2 കിട്ടിയപ്പോ സമാധാനായെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തതായി നമുക്ക് നമ്മുടെ വാർഷികത്തിന്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്തതായി പെൺകുട്ടികൾ സമൂഹത്തിൽ എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് MV സൂപ്പർ മോഡറേറ്റർ ഷെറീന നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. ഞങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഒരു പയ്യൻ ഒരു പെണ്ണ് കാണാൻ വന്നാൽ ഞങ്ങളുടെ സഹോദരന്മാരും അമ്മാച്ചന്മാരും പിടിച്ച് വലിച്ചെളുത്താണ് കൊണ്ടുകാണും. ഇപ്പോൾ ഉള്ള മക്കൾക്ക് അങ്ങനെയല്ല, അവരെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എല്ലാം ഒരുങ്ങുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും പറയുന്നത്. ഇത് ആൺകുട്ടികള് തീട്ടം കാണുന്ന ചവിട്ടും കുളം കാണത്ത് കഴുകും ആണുങ്ങളാവുമ്പോ. അത് പെണ്ണുങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടത്ത് പഠിക്കുന്ന കൊച്ചുങ്ങൾ തന്നെയും അത് പഠിക്കേണ്ട രീതിയിൽ പെൺപിള്ളേര് പഠിച്ചെടുത്ത് മാനമായിട്ട് നിന്ന് അടങ്ങി ഒതുങ്ങി പഠിച്ചിട്ട് അവരെന്തെങ്കിലും നേരം പോക്ക് പറഞ്ഞ സഹോദര, ഞാൻ നിന്നെ എന്റെ സഹോദരനെ പോലെ കണ്ടിരിക്കുകയാണ്, എനിക്ക് ആൺ സഹോദരമില്ല, ഞാൻ നിന്നെ അതേ രീതി കാണുകയാണ്, അതുകൊണ്ട് സഹോദരൻ എന്നെ ഒഴിവാക്കി വിടണം. എന്തോ കണ്ടാൽ ചവിട്ടും കുളം കണ്ടാൽ കഴുകും എന്നൊക്കെ ഷെറീന പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. കണ്ടാൽ ചവിട്ടാതെ മാറി നടന്നുകൂടി എന്ന് ഞാൻ ഊന്നി ചോദിക്കുകയാണ്. ആവേശത്തിൽ ഞാൻ മറന്നുപോയി. അടുത്തതായി നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് US-ലും യൂറോപ്പിലുമുള്ള മെമ്പേഴ്സിന് ഗൾഫിൽ ട്രാൻസിറ്റ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനായി അത്യാവശ്യം അറബി വാക്കുകൾ പഠിപ്പിക്കുന്നു നമ്മുടെ ഗഫൂർ ഖദ്ദോസ് സ്കൂൾ ഷാജി. ഈ ക്ലാസ്സിൽ സ്ത്രീകൾക്കാണ് മുൻഗണന. അപ്പോൾ ഗഫൂർ ഖദ്ദോസ് സ്കൂൾ ഷാജി തുടങ്ങിക്കോളൂ. നമ്മളിപ്പോ സൗദിക്ക് പോവാണെങ്കിൽ അത്യാവശ്യം 2 അറബി വാക്ക് പഠിച്ചേക്കണം. വേറൊന്നല്ല, അസ്സലാമു അലൈക്കും. അസ്സലാമു വലൈക്കും. പറഞ്ഞാട്ടെ അസ്സലാമു അലൈക്കും. കള്ളത്തി ആദ്യം ഗൾഫിൽ പോയില്ല? ഇല്ല. പിന്നെ എങ്ങനെ നല്ല ഉസാറായിട്ട് പറയണേ? പിന്നെ വല്ല അറിവുകളും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാലൈക്കും മുസ്സലാം എന്ന് പറയണം. എന്ത്? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഗഫൂർ ഖാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. എന്ത്? മതി, ഇത് മതി. അപ്പൊ ഈ അറബി വാക്കുകളൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ? അപ്പൊ കൊച്ചെ വിശക്കുന്നു എന്ന് അറബി പറയണമെങ്കിൽ എന്ത് ചെയ്യും? അത് പിന്നെ സിമ്പിൾ അല്ലേ ചേച്ചി? ആദ്യത്തെ വാക്കിന്റെ ലാസ്റ്റിൽ ലാമു എന്നും രണ്ടാമത്തെ വാക്കിന്റെ ലാസ്റ്റിൽ കും എന്നും ചേർത്താൽ ശരിയാവും. എനിക്ക് ലാമു വിശക്കുന്നു കും, ഇങ്ങനെ പറയുന്ന സംഭവം. ഓക്കെ, എനിക്ക് ലാമു വിശക്കുന്നു കും. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഓക്കെ, അടുത്തതായി നമ്മുടെ മിമിക്രി കലാകാരനും MUയുടെ അസിസ്റ്റന്റ് മോഡുമായ നവാസിന്റെ മിമിക്രി പ്രകടനമാണ്.
ആദ്യമായി കമ്മീഷണർ എന്ന മൂവിയിലെ സുരേഷ് ഗോപി ഇമിറ്റേറ്റ് ചെയ്യുന്നു നവാസ്. കതിർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയാണ് ദാരിദ്ര്യവാസി ജാട്ടിയക്കാരന്റെ ഡൽഹിയല്ല. അവരൊക്കെ അപ്പടെ പടിയടച്ച് പിണ്ടം വെച്ച് ഹൈ ചിപ്പിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറും ഡാറ്റിയ സമച്ചുക്കൾ ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി. ഓടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമ്പ്രദായ ഡൽഹി. ആ ഫിലാന്തേർ ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന ഒരു സാധാ പോലീസ് ഇൻസ്പെക്ടറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല. കുച്ചെന്തിനാ കരയുന്നത്? ഇതാണ് അവന്റെ സുരേഷ് ബാബു. അടുത്തതിന് മമ്മൂട്ടി ചെയ്യുവാന്ന്. ആഹാ, മമ്മൂട്ടിയുടെ വോയിസ് ഒക്കെ ചെയ്യുവോ? കൊള്ളാലോ. ഫ്രണ്ട്സ്, ഇതാ മമ്മൂട്ടിയെ തന്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ട് അനുകരിക്കുന്നു നവാസ്. I am Waste Anti-Squad Special Officer Chiranjeevi IPS. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴംപൊരിയിൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കോള് കൊണ്ട് തെറിപ്പിക്കാൻ പറ്റിയ തൊപ്പിയല്ലിത്. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ടു നടക്കാറില്ല. തലയ്ക്ക് പറ്റിയ തൊപ്പിയെ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. മൈൻഡ്, I can do that. Do can I that. അല്ലെങ്കിൽ പണി പാളും. അല്ല ചേച്ചി എന്താ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നേ? എന്തു പറ്റി? അല്ല, മമ്മൂട്ടി ഫാൻസ്കാർ വടിയുമായിട്ട് വരുന്നുണ്ടോ നോക്കിയതാ. അടുത്തതായി, മല്ലു വിഷനിൽ നിന്നും റിട്ടയർ ചെയ്ത പഴയ മെമ്പേഴ്സിന് സർക്കാർ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നത് കിട്ടിയില്ല എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ MB മെമ്പർ റമി. തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സർക്കാർ ആനുകൂല്യങ്ങളെ കുറിച്ച് യാതൊരു അറിവുകളെ കുറിച്ച് സർക്കാരിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളെ കുറിച്ചും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് നമുക്കൊപ്പം ഒരു അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് എന്റെ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റി, യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. അത്തരത്തിലുള്ള ജനങ്ങൾ കഷ്ടത ഉണ്ടായിരുന്നല്ലേ. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളെ പറ്റി ഒരു കൂട്ടം ജനത ഇന്നും നമുക്കൊപ്പം ജീവിക്കുന്നു. അയ്യോ എന്റെ രമി ചേച്ചി, മതി വേണമെങ്കിൽ ഞാൻ ആ കാല് പിടിക്കാം. ചേച്ചി ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ഈ സർക്കാർ മാറി അടുത്ത സർക്കാരും വരും. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ലിയോ പുതിയ മുഖം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്കായി ആലപിക്കുന്നു. ഒരു സാന്ത്വനം മൃദുസാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ, ഇന്നെവിടെയാണിരുളകലുന്നൊരു പുലരി സൂര്യമുഖ, ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. കർത്താവേ, എന്റെ മൈക്ക് പോയോ? ആ പാട്ട് കേട്ട് എന്റെ മൈക്കിന്റെ വയറ് വരെ ഉരുകിപ്പോയെന്നാ തോന്നുന്നത്. ഡാ ലുട്ടൂസേ, നീ ആ മൈക്കൊന്ന് ശരിയാക്കിക്കടാ പ്ലീസ്. ലുട്ടൂസേ, ഷെടാ മൈക്ക് കേൾക്കാൻ വിളിച്ചപ്പോ ഇവനെന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കംസ് എലിവ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം, അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ല? അയ്യോ കുച്ചേ, ഈ ലുട്ടൂസ് എന്തൊക്കെയാ പറയുന്നത്? ഈ ബുക്സ് ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഓ, അത് കാര്യമാക്കണ്ട, അവൻ കുറച്ച് നാളായി ഇങ്ങനെയാ. ആ മൈക്ക് ശരിയായി, ഇപ്പൊ ഓക്കെയാണ്. ഹലോ സാറേ, കറണ്ട് പോയാ? ജനറേറ്റർ ആണെങ്കിൽ വർക്കാവുന്നുമില്ല. ഡേ ജയ്സ, നീ ആ ജനറേറ്റർ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കിക്കേ. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്കൂൾ ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കണോ? സാറ്റായി പോയല്ലോ, പറഞ്ഞ മനസ്സിലാവില്ലേ? മെതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പൊ ശരിയായി തരാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. അത് തുറക്കണോ? ഓഹോ,
ഇതാണോ കാര്യം? അയ്യോ അല്ല ഒന്നുമില്ല, ഇപ്പൊ ശരിയായി തരാം. ജേസൺ ശരിയാക്കിയതൊക്കെ മതി. എന്തായാലും ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ലെന്നറിയാം. കറണ്ട് വന്നു. അപ്പോ പരിപാടികൾ പുനരാരംഭിക്കുകയാണ്. വൈകിയാണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന NSSKക്ക് സ്വാഗതം. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്ടറി അടിച്ചെന്നക്ക. ഇതാത് തന്നെ കഥ ഉള്ള പറയാവില്ലേ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടാ ഇതുപോലെ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് അല്ല സാറേ, കോൺഫറൻസ്. ഓ തന്നെ തന്നെ. അന്നാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ. വെറും 2ാം ക്ലാസ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്തൊരു ചെയ്യാൻ വിവരക്കേട് എന്നെ. വേറൊരു കാര്യമുണ്ട് കേട്ടാ. യവണ്ടല്ല, യവ ഇങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്. MBBS അല്ല, MBA. എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ. വാ മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പി വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി. എനിക്ക് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പിക്കളിക്കും. എന്താണ് കറക്റ്റ് തന്നെ? എന്തൊരു തിങ്ങി കാണിക്കുന്നത്. ഇവിടെ മൊത്തം തുപ്പിക്കുളവാക്കിയില്ല. ദൈവമേ, ഈ ഹോളാണെങ്കിൽ വാടകയ്ക്ക് എടുത്ത പരിപാടി നടത്തുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ഓണർ എങ്ങാനും കണ്ടു വന്നാൽ എല്ലാം ശുഭം. ഈ ഹോളിന്റെ ഓണർ ഒരു കാലമാടൻ തന്നെ. പാവൻ നിക്കി ചേച്ചി ഒരു ഏറി കിട്ടിയെന്ന് തോന്നുന്നു. അയ്യോ ഒന്ന് വിളിച്ചോണ്ടാ ഓടിയത്. അയ്യോ അയ്യോ, പിന്നെ അയാൾ ആളെ കൂട്ടി വരുന്നു. അതെ, ജീവനുണ്ടെങ്കിലേ അടുത്ത വർഷം കാണാം. എല്ലാവർക്കും നമസ്കാരം, ബൈ. പോണവൻ പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം മിണ്ടിപ്പോയത് കൊന്നാളെ ഞാൻ. ചെട്ടിമത്തളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടിമത്തളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടിമത്തളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടിമത്തളം ചവിട്ടി പൊട്ടിച്ച്, ചവിട്ടി പൊട്ടിച്ച്, ചവിട്ടി പൊട്ടിച്ച്. മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തിരിയല്ല. ഓർമ്മച്ചക്കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാവില്ല. വരാനുള്ളത് വരമ്പത്ത് നിൽക്കില്ല.